ഈറ്റില്ലമായി അറിയപ്പെട്ട സ്ഥലമാണ്. ഏത് നാടും ഫോക്ലോറിന്റെ ഈറ്റില്ലമാണ്. പക്ഷെ ഫോക്ലോർ പഠനത്തിനു വേണ്ടി ഇത്രമാത്രം പൈസ ചെലവാക്കിയ മറ്റൊരു രാഷ്ട്രം കാണില്ല. പിന്നീട് അമേരിക്കയും ഫിൻലൻഡും ഒക്കെ ഇത്തരത്തിൽ പണം കൊടുത്ത് അക്കാഡമികളും സൊസൈറ്റികളും ജേർണലുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യം, ജർമ്മൻ ജനത അവരുടെ ഉള്ളിലേക്ക് ഫോക്ലോർ പഠനം എന്ന് പറയുന്ന വിഷയത്തെ നേരിട്ട് സമർപ്പിച്ച ഒരു രാഷ്ട്രീയക്കാരനുണ്ട്. പേര് ഹിറ്റ്ലർ എന്നാണ്. ആ പേര് കേൾക്കുമ്പോഴേ നമ്മൾ പേടിക്കും. മുറുമീശക്കാരനായ ഹിറ്റ്ലർ ആയിരുന്നു ജർമ്മൻ ഫോക്ലോറുകൾക്ക് ഇത്രമാത്രം ഫണ്ട് ചെയ്തത്. സത്യത്തിൽ അതൊരു കുബുദ്ധിയായിരുന്നു. എന്താണ് കുബുദ്ധി എന്ന് വെച്ചാൽ, ദേശീയത ഉണർത്താൻ ഇത്രമാത്രം ചേലും ശേഷിയുമുള്ള മറ്റൊരു കലാവ്യവഹാരമില്ല എന്ന് ഹിറ്റ്ലർക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഹിറ്റ്ലർ ഭരണം പിടിക്കുന്നതിൽ, ഹിറ്റ്ലർ തന്റെ സാമ്രാജ്യം ഉറപ്പിക്കുന്നതിൽ പല സംഗതികൾ ഉപയോഗിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഏട് ഫോക്ലോർ ആയിരുന്നു. കാരണം ഫോക്ലോറിക്കായ ഒരു അവസ്ഥാവിശേഷം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്റേത് എന്നൊരു തോന്നൽ വരും. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പോപ്പിക്കുട എന്നൊരു നമ്മളിപ്പോൾ അറിയുന്ന പോപ്പിക്കുടയുടെ തുടക്കകാലം. പോപ്പിക്കുട എങ്ങനെയാണ് ജനമനസ്സിലേക്ക് വന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിന്റെ പരസ്യവാചകവും ഒരു ജിങ്കിളുമായിരുന്നു. അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, മഴ പെയ്താൽ പോപ്പിക്കുട എന്ന് പറയുന്ന പരസ്യവാചകത്തിലൂടെയാണ് സത്യത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ പോപ്പിക്കുട ഇതൾ വിടർത്തുന്നത്. അപ്പൊ അയ്യപ്പന്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്ന് പറയുന്ന ഒരു ഫോക്ക് റൈം, ഈ റൈമിനെ കടമെടുത്തുകൊണ്ട് ഒരു പരസ്യത്തിനായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ കുട നല്ലതോ ചീത്തയോ എന്നുള്ള പ്രശ്നമല്ല. ഞാൻ ആലപ്പുഴക്കാരനായി എനിക്കറിയാം, പോപ്പിക്കുട ഉണ്ടാക്കുന്ന അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് സെന്റ് ജോർജ് കുടയും ഉണ്ടാക്കുന്നത്. കാരണം ഒരച്ഛന്റെ 2 മക്കൾക്ക് വേണ്ടി വിരിച്ചു കൊടുക്കപ്പെട്ട 2 കുടകളാണിവ. അതാണ് പിന്നീട് ജോൺസ് കുടയായി മാറുന്നത്. ഒരേ ഗ്രൂപ്പ് ഇരുന്നിട്ട് നെയ്യുകയാണ്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പുറത്ത് 2 കടയായി അത് മാറും, അകത്ത് ഒറ്റ ഫാക്ടറിയാണ്. പക്ഷെ പോപ്പിക്കുടയാണ് ആൾക്കാരെ പിടിച്ചത്, കുട്ടികളെ പിടിച്ചത് എന്ന് വെച്ചാൽ പേരൻസിനെയും പിടിക്കുന്നത്.